ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ജൂൺ 7 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് UG പ്രവേശന നടപടികൾ അറിയാം, ഉന്നത പഠനത്തിന് പ്രവേശന സമയം ആയി. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ്, നീറ്റ് UG 2024 പ്രവേശന നടപടികൾ അറിയാം, തയ്യാറെടുക്കാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചതോടെ നീറ്റ് UGയിൽ ലഭിച്ച മാർക്കിന് വലിയ പ്രസക്തി ഇല്ലാതാവുകയാണ്. യോഗ്യത നേടിയവരുടെ പ്രവേശനങ്ങളെല്ലാം തന്നെ റാങ്ക് അടിസ്ഥാനത്തിലാണ്. ഇനി പ്രവേശനങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, വെറ്ററിനറി സയൻസ് പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം, ചില കേന്ദ്ര സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗ് പ്രവേശനം, ജിപ്മർ പ്രവേശനം, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലെ പ്രവേശനം, കേരളത്തിലെ മെഡിക്കൽ അലൈഡ് വിഭാഗങ്ങളിലെ 13 കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, ഇവയെല്ലാം നീറ്റ് UG റാങ്ക് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ അലൈഡ് റാങ്ക് പരിഗണിച്ചാണ്. ഇവയ്ക്കെല്ലാം ബാധകമായ യോഗ്യതാ പരീക്ഷ എന്ന നിലയിൽ നീറ്റ് UG റാങ്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കൂടാതെ സാധാരണഗതിയിൽ ഇവയിൽ ആദ്യം തുടങ്ങുക MCC അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ്. MCC.nic.in എന്ന സൈറ്റിൽ വരുന്ന കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രകാരമാണ് ഇത് നടത്തുക. 2023 നീറ്റ് UG ഫലം ജൂൺ 13 പ്രഖ്യാപിച്ച് MCC UGC കൗൺസിലിംഗ് നടപടികൾ ജൂലൈ 20 ആരംഭിച്ചിരുന്നു. ഇനി MCC കൗൺസിലിംഗിനെ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഏതെല്ലാം പ്രോഗ്രാമുകൾ, ഏതെല്ലാം കോളേജുകളാണ്, അതിൻ്റെ പ്രോസസ്സിംഗ് മെത്തേഡുകളെല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആയുഷ് കൗൺസിലിങ്ങിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ, വെറ്ററിനറി കൗൺസിലിംഗ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ പ്രത്യേകതകളെല്ലാം, വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റ് അലോട്ട്മെൻറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതികൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ അലോട്ട്മെൻറ്റുകളെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ ഒരു പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുകയാണ്, നീറ്റ് UG 67 1-ാം റാങ്ക് വിവാദത്തിൽ. 44 പേർ ഒന്നാമതെത്തിയത് ചോദ്യപേപ്പറിലെ തെറ്റിന് നൽകിയ ഗ്രേസ് മാർക്ക് വഴി. ഇന്ന് എല്ലാ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നൊരു വാർത്തയാണ് നീറ്റ് ഫലപ്രഖ്യാപനത്തിലെ അപാകതകൾ. ഇനി മലയാള മനോരമ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ പ്രധാന ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുകയാണ്, ഉന്നത പഠനം പ്രവേശനകാലമായി, ബാക്കിയുള്ള പ്രവേശന പരീക്ഷാ ഫലങ്ങൾ വൈകാതെ. ഉന്നത പഠനത്തിനുള്ള വിവിധ പ്രവേശന പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞു. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ ഫലം പുറത്തു വന്നു. CUT UG പരീക്ഷയുടെ ഫലം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം. ഇനി പ്രവേശന നടപടികളുടെ കാലഘട്ടമാണ്. IIT, NIT, IIIT തുടങ്ങിയ സ്ഥാപനങ്ങളിലെ BTech, BE പ്രവേശനത്തിലുള്ള ജോസ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ്ങും ഈ മാസം 10 ആരംഭിക്കും. ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിജയിച്ചവർക്ക് 14 മുതൽ രജിസ്റ്റർ ചെയ്യാം. 15 മോക്ക് സീറ്റ് അലോട്ട്മെൻറ്റ്. ആദ്യഘട്ട രജിസ്ട്രേഷൻ 18 പൂർത്തിയാകും. സീറ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 22. IIT പ്രവേശനത്തിനുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ഫലം 9 പ്രസിദ്ധീകരിക്കും. 1-ാം വർഷ എഞ്ചിനീയറിംഗ് ക്ലാസുകൾ സെപ്റ്റംബർ 15 മുൻപ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. മെഡിക്കൽ പ്രവേശനം, നീറ്റ് UG പരീക്ഷയുടെ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നതെങ്കിലും ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ പ്രവേശന നടപടികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നാണ് വിവരം. ഓഗസ്റ്റ് പകുതിയോടെ ക്ലാസുകൾ ആരംഭിക്കുന്ന രീതിയിലാണ് നടപടികൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, NIFT, CUET തുടങ്ങിയ വിവിധങ്ങളായ ബിരുദ പ്രോഗ്രാമുകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ, CMAT പോലെയുള്ള പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങളെല്ലാം, ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ഉൾപ്പെടുന്ന വാർത്തയാണ് ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ഇനി മാധ്യമ പത്രം പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നു നീറ്റ് ഫലത്തിൽ ക്രമക്കേടെന്ന്, പരീക്ഷ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പരാതി. അതുപോലെ തന്നെ വിദ്യാഭ്യാസം പേജിൽ പറയുന്നു നീറ്റ് ഉയർന്ന സ്കോറുകൾ വർദ്ധിച്ചു, മെഡിക്കൽ പ്രവേശനം കടുക്കും. ഇന്നത്തെ മാധ്യമം പത്രത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം 3ാം അലോട്ട്മെൻറ്റിൽ വിവിധ സംവരണ കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരുടെ നീറ്റ് സ്കോറ്, നീറ്റ് റാങ്ക്, സംസ്ഥാന റാങ്ക് എന്നിവ ഒരു പട്ടിക രൂപത്തിൽ പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വിവിധ കാറ്റഗറിയിലുള്ളവർക്ക് ലഭിച്ച അവസാന റാങ്കിൻ്റെ പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചാർട്ടുകൾ ഏറെ പ്രയോജനപ്രദമാണ്. കേരള കൗമുദി പത്രം പരിശോധിക്കുമ്പോൾ കേരള കൗമുദി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ നീറ്റ് മാർക്കും റാങ്കും തമ്മിലുള്ള അന്തരം വിലയിരുത്തണം എന്ന വലിയ ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുകയാണ്. കൂടാതെ നീറ്റ് UG മാർക്ക് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ. ഇതെല്ലാം എല്ലാ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. നീറ്റ് പരീക്ഷാ ഫലത്തിലെ ക്രമക്കേടുകൾ വിലയിരുത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ആവശ്യപ്പെടുന്നത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.